അല്ല നമ്മുടെ ട്യൂഷൻ കുട്ടി എങ്ങനെയുണ്ട്? എന്റെ ക്ലാസ് കൂട്ടുതന്നെയല്ലേ, പിന്നെന്താ? ഓ ഇയാള് ക്ലാസ്സിലെ കുട്ടിയാ? ഞാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ കഷ്ടപ്പെട്ട് രാവിലെ ഒരു കൂട്ടം ഉണ്ടാക്കിയതാണ് മുരിങ്ങക്കായ തക്കാളി ഇട്ടിട്ടുള്ള ഒരു കറി. അത് നല്ല 8 നിലയിൽ പൊട്ടി എന്നാണ് പറയണത്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഷാൻജിയോ എന്ന് പറയുന്ന ചാനലിൽ കണ്ടൊരു റെസിപ്പിയാണ്, ഒരു കൂട്ടാനാണ്, കറിയാണ്. അതായത് നമ്മൾ തക്കാളിയും മുരിങ്ങക്കായയും നാളികേരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എങ്ങനെ വരുമോ എന്തോ, നമുക്ക് നോക്കാം. അമ്മ അതായിരുന്നു ദോശ കഴിക്കണോ? എന്തായി നിങ്ങളുടെ കാലിൻ്റെ മുകളത്തെ വിരലിൻ്റെ വീക്കൊക്കെ പോയോ? ആക്കണ്ടല്ലേ. അപ്പൊ കാര്യമായിട്ട് പൊട്ടലും ചെറുതൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഇടിച്ചപ്പോഴോ നിങ്ങളെ സമ്മതിക്കണം. അമ്മ അതാ ഓംപ്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന് പിന്നെ പല്ലിൽ വേണ്ടാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അതിൽ കുറയും വേണം അപ്പേക്ക്. ഈ ചേരവാങ്ങോട്ടേക്ക് ഒരു 50 കൊല്ലത്തെ പഴക്കണ്ട്. 50 കൊല്ലം മതിയാവോ? എനിക്ക് തന്നെ ഇപ്പം 80 അപ്പൊ അതിന് 50 മതിയാവോ? ചുരുങ്ങിയത് കൂട്ടാ 50 കൊല്ലം. എന്നിട്ട് ഇപ്പൊന്നും കണ്ടില്ല, പുതിയതുപോലെ ഇരിക്കണേ. 50 കൊല്ലം മുമ്പത്തെ തുരുമ്പ് പിടിക്കാത്ത ആണ്. ചെതല് പിടിച്ചു. ചെതല് പിടിച്ചാ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടാ വണ്ടിയിൽ ഇട്ടിട്ട് ചെതല് പിടിച്ചു ആ പഴയ മരം. അങ്ങനെ നമ്മുടെ തക്കാളി മുരിങ്ങക്ക കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുരിങ്ങക്ക തക്കാളി കറിയാണ് നമ്മുടെ ഷാൻജിയോ എന്ന് പറയുന്ന ചാനലിൽ നിന്ന് എടുത്തതാണ്. പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടും ദോശ. ഇതാണ് നമ്മുടെ ലഞ്ച്. നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല? അത് അങ്ങനെയൊക്കെ തന്നെ അച്ഛങ്ങൾ വലിയ കഥയിലൊക്കെ പറയും. നമ്മളുണ്ടാക്കിയിട്ട് അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ നമ്മളുണ്ടാക്കിയിട്ട് കളയും. മറ്റേ രസമില്ല, കൂട്ടി പറഞ്ഞിട്ടെന്താ കാര്യം, രസം തോന്നണില്ല. ഇനിയിപ്പോ അങ്ങനെ പോട്ടെ. അങ്ങനെ കഷ്ടപ്പെട്ട് രാവിലെ ഒരു കൂട്ടം ഉണ്ടാക്കിയതാണ് മുരിങ്ങക്കായ തക്കാളി ഇട്ടിട്ടുള്ള ഒരു കറി. അത് നല്ല 8 നിലയിൽ പൊട്ടി എന്നാണ് പറയണത്. മോശമായി ചോദിച്ചാൽ കഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ഉദ്ദേശിച്ച ടേസ്റ്റ് വന്നിട്ടില്ല. ഇപ്പതാ 3 മണി ആവാറായി. ഇനിയിപ്പോ വാവക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാറായി. സ്കൂളിൽ ഇപ്പോൾ വിടാറായിട്ടുണ്ടാവും. ഞാനങ്ങോട്ട് എത്തുമ്പോഴേക്ക് കറക്റ്റ് സ്കൂൾ വിടും. വാവക്കുട്ടിന്നൊന്നും പറയണ്ട, അവളെ വിനയാന്ന് പേര് വിട്ട് വിളിക്ക്, അതാ നല്ലത്. വാവക്കുട്ടി വീട്ടിൽ പറയണ മാതിരി പുറത്ത് പറയണ്ടേ. ശരി, അത് ശരിയാണ്. നമ്മളിപ്പോ പേരൻസ് ആകുമ്പോ പാവക്കുട്ടി, തക്കുടു, വാവേ, ലുട്ടാപ്പി, കിട്ടാപ്പി അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇത് കാണുന്ന ആൾക്കാർക്ക് ഇപ്പൊ കുട്ടീനോട് ആ ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. ശരിയാണ്, അവർക്ക് പേര് വിളിക്കുന്നതായിരിക്കൂല്ലേ നന്നാവുക. നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുന്നുണ്ടോ? ടീച്ചർ എന്ത് പറഞ്ഞു ഇന്ന് ചെറുക്കനോട്? മിസ് എന്താ പറഞ്ഞേ? ഇത് നോക്കിയേ, മുത്തശ്ശി കാണിച്ചെടുക്ക്. മിഠായി കിട്ടി. എന്തിനാ മിഠായി തന്നെ മിസ് പറ? എഴുതിട്ട് എന്താ പറഞ്ഞേ? നന്നായി എഴുതി പറഞ്ഞോ? താങ്ക് യു എന്ന് പറഞ്ഞോ? വാവക്കുട്ടിക്ക് ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ മിഠായി അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും മിസ്. പാവ ക്ലാസ്സിൽ നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് എഴുതും അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിനയ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടീച്ചർമാർ കൊടുക്കുന്ന സമ്മാനമാണിത്. എ സ്മോൾ മോട്ടിവേഷൻ അപ്രിസിയേഷൻ. പാവ ക്ലാസ്സിൽ സെക്കൻഡ് അല്ലേ? അതാണ്ടേ, അതിന് തരണതാണ്. ഞാൻ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാൻ പോണ നേരം കൊണ്ട് ഇവിടെ എന്തൊക്കെയാ നടക്കണത്? ഇതെന്താ മസാല കറിയോ? നിങ്ങൾ തന്നെ മൊത്തമായിട്ട് അരിഞ്ഞു, നിങ്ങൾ തന്നെ മൊത്തമായിട്ട് ഉണ്ടാക്കിയോ? അപ്പൊ എന്റെ കൂട്ടാൻ പരാജയപ്പെട്ടു എന്ന് ഉറപ്പിച്ചുല്ലേ? ഞാൻ ഉണ്ടാക്കിയ കൂട്ടാൻ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് അമ്മ സ്വന്തമായിട്ട് മസാലക്കറി ഉണ്ടാവുള്ളൂ. ഇന്നെ ഏൽപ്പിച്ച കാര്യം നടക്കൂല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അമ്മൂന് ട്യൂഷന് ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. +2 എക്സാം അടുത്ത് വരികയല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അപ്പോൾ പഠിക്കാനായിട്ട് അവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ സുണ്ടൽ കഴിച്ചിട്ട് പോന്നു.
കടല മസാല, വേറൊന്നുമില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യിക്കേണ്ടി വരും നമ്മൾ കഴിക്കുന്ന നേരത്ത്. സോ കഴിച്ചിട്ട് പോകുന്നു. അവിടെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പഠിച്ച് ജയിക്കണ്ടേ, അപ്പൊ അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലാവോ തമ്മിൽ ഞാൻ ട്യൂഷൻ ക്ലാസ്സിന് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇത് എരിയുന്നുണ്ടോ? മുളകാണ് കഴിക്കുന്നത് ചൊത്തൻ. മാവ് കഴിച്ചിട്ട് കൊണ്ടുതരും. എരിയുന്നുണ്ടോ? എന്തേ എന്തിനാ എടുത്തേ? അവിടെ തന്നെ ഇരുന്നോട്ടെ. ഏത് കൂട്ടാൻ? ഞാൻ മറ്റേ കൂട്ടാൻ കഴിച്ചോ? ഏത് മഞ്ഞക്കൂട്ടാൻ? ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്താ പാട്? അല്ല, നമ്മുടെ ട്യൂഷൻ കുട്ടി എങ്ങനെയുണ്ട്? എന്റെ ക്ലാസ് കൂട്ട് തന്നെയല്ലേ, പിന്നെന്താ? ഓ, ഇയാള് ക്ലാസ്സിലെ കുട്ടിയാ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ സ്കൂളത്തെ ആയിരിക്കും. ക്ലാസ്സിലെ കൂട്ട് തന്നെ. എന്താ പാട്? എല്ലാ സബ്ജക്റ്റും വേണ്ടത്ര. വേണ്ടേ? എല്ലാ സബ്ജക്റ്റും വന്ന് പഠിച്ചിട്ട് പോവാന്ന്. എല്ലാ സബ്ജക്റ്റും പഠിക്കാളൂ. ഇയാളാകെ അക്കൗണ്ടൻസി ബിസിനസ് മാത്രമേ എടുക്കുള്ളൂ. അവനെല്ലാം വേണത്ര. എക്കണോമിക്സ് അതിന് ഇയാൾക്ക് പിടിപാടുണ്ടോ? എനിക്ക് അറിയൊക്കെ ചെയ്യും എക്കണോമിക്സ്. അപ്പൊ പൈസ കൂടുന്നാണല്ലോ. വേണ്ട മിസ്, ഒരു മാസത്തിലെ കുറച്ച് നോക്കി ചെയ്യൂ. പാവം പയ്യനാണ്, അതുകൊണ്ട് ഇതാ ചെയ്യാനും വയ്യ. CBSE ആണെങ്കിൽ ഈ സമയത്ത് കൂടിയിട്ടുണ്ടോ? എന്തായാലും ഇയാൾക്കൊരു റിഫ്രഷ് ആകും അതോട് കൂടിയിട്ട്. എക്കണോമിക്സ് അടയൊക്കെ ചെയ്യാം. ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, ആ നരേന്ദ്രൻ എടുത്തിട്ടുണ്ടല്ലോ. ഒരു നാളെ കിട്ടുകയാണെങ്കിൽ എനിക്കിപ്പോ ഈ 4 കുട്ടികളെ ഈ ലാസ്റ്റ് മിനിറ്റിൽ കിട്ടുമോ? ഇതിപ്പോ പരീക്ഷ മുമ്പുള്ള വരവാണേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിട്ട്. അതുവരെ പിടിപാടില്ല, അത് ഇങ്ങനെ നടക്കും. പരീക്ഷ വരുമ്പോ അപ്പൊ ഈ വാലും ചുരുട്ടി. ഇതിനാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാ, ഡാഷിനെ മുട്ടുമ്പോ ബക്കറ്റ് എവിടെ, കപ്പ എവിടെ, പറമ്പ് എവിടെയെന്ന് ചോദിക്കും പറയും. അതുവരെ തേരാ നടന്ന് കളി ചിരി ആട്ട്. ഇപ്പൊ ഞാനാണ് അതാ ഉപയോഗിച്ചു വിട്ട്. സ്കൂളിൽ മര്യാദയ്ക്ക് അവിടെ നോണ്ടാ വരുന്നവരെ ആട്ടി ഓടിച്ച് പഠിക്കാൻ നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. ശരി മണ്ടയാട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ പഠിക്കാ ചേക്കൻ. ഇങ്ങനെ കൂട്ടം കൂടിയിട്ടാണ് ഇങ്ങനെ ആണത്. കൂട്ടം കൂടി നഷ്ടമായതല്ലേ? ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ ഒരാള് നല്ല പഠിക്കുന്ന പയ്യൊന്നല്ല, എന്നാലും ഒരു ആവറേജ് ഒക്കെ ആണ് അവൻ. അങ്ങനെ അമ്മുവിന്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞു. ഇതാ കുട്ടി ഇപ്പൊ പോയിട്ടുണ്ട്. പഠിച്ച് ജയിച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ എന്ന് വരേണ്ട പിള്ളേരെ അറിയോ? ഒരു മാസം എളിഞ്ഞു പരീക്ഷയ്ക്ക്, മെയിൻ എക്സാമിന്. അപ്പോൾ ദാ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.